നമസ്കാരം. വോട്ട് പെട്ടിയിലായതിനു ശേഷം മെയ് 4 വരെയുള്ള കാലയളവെന്ന് പറഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ച് രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചുള്ള വലിയ തിരിച്ചറിവുകൾ സമ്മാനിക്കുന്ന കാലമാണ്. ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട തിരിച്ചറിവിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം PV അൻവർ ഇന്ന് പറഞ്ഞ ഒരു പ്രധാന പോയിന്റ് നിങ്ങൾ കേൾക്കണം. അതായത് തനിക്കെതിരെ തൃണമൂൽ ദേശീയ നേതൃത്വം വലിയ നിലവാരം കുറഞ്ഞ തരംതാണ കളികൾ കളിച്ചു എന്നുള്ളതാണ് PV അൻവർ പറഞ്ഞത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഭയങ്കര നിലവാരമുള്ള പരിപാടികളാണ്. താൻ അത്തരം പരിപാടികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ മൂവ്മെൻറ്റിന് താൻ ശ്രമിക്കുമ്പം പിണറായിസം തകർക്കാൻ വേണ്ടി, മരുമോനിസം തകർക്കാൻ വേണ്ടി താൻ വലിയ നീക്കം നടത്തുമ്പോൾ എനിക്കെതിരെ ഇമാതിരി തരംതാണ കളികൾ കളിക്കരുത് എന്നാണ് PV അൻവർ പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു, ശരിയാണല്ലോ, ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. രാഷ്ട്രീയത്തിലെ ഇത്തരം തരംതാണ കളികൾ എന്താണ് എന്നുള്ളത്. തരംതാണതാണോ, തട്ടിപ്പിന് സ്വഭാവമുള്ളതാണോ, രാഷ്ട്രീയത്തിൽ കണ്ട് ശീലമില്ലാത്ത ഇമാതിരി പരിപാടികൾ കേരളത്തിന് പറ്റിയതാണോ എന്നൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് PV അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് തരംതാണ കളി എന്ന് തൃണമൂൽ ദേശീയ നേതൃത്വം തന്നെ പറയാൻ ഇടയാക്കിയ സംഭവം എന്നുള്ളതാണ്. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി PV അൻവർ ഇറങ്ങി തിരിച്ച കാര്യം നിങ്ങൾക്ക് അറിയാലോ. CPIM-ൽ നിന്ന് പിണങ്ങി പിണറായി വിജയനോട് പോലും തർക്കിച്ച് ആഭ്യന്തര വകുപ്പിലെ പോലീസിൻ്റെ ചില കള്ളക്കളികൾ അദ്ദേഹം വെളിപ്പെടുത്തിയാണ് പുറത്തിറങ്ങിയത്. എന്തായിരുന്നു കള്ളക്കളികൾ? ഈ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് കസ്റ്റംസ് പിടിക്കാതെ വിടുന്ന കള്ളക്കടത്ത് സാധനങ്ങൾ കേരള പോലീസ് പിടിക്കുന്നു എന്നാണ് മൂപ്പര് കണ്ടെത്തിയ കാര്യം. അങ്ങനെ കോഴിക്കോട്ടെ കുറേ ആളുകൾ പോലീസുമായി ജീവിതം മല്ലിട്ട് കഴിയുകയാണ്. അത് തൻ്റെ അണികളാണ്, അല്ലെങ്കിൽ തനിക്ക് അത്തരം സമൂഹത്തോട് ഒപ്പം നിൽക്കേണ്ടതുണ്ട്. ഇനി മുതൽ ഇങ്ങനെ കസ്റ്റംസ് എയർപോർട്ടിൽ നിന്ന് പിടിക്കാതെ വിടുന്ന കള്ളക്കടത്തുകൾ പോലീസുകാർ പിടിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യം പോലീസിനെതിരായ നീക്കമാക്കി അദ്ദേഹം അവതരിപ്പിച്ചു. അതുകൊണ്ട് മൂപ്പര് CPM-ൽ നിന്നും പുറത്തു വന്നു. അങ്ങനെ UDF-നൊപ്പം കൂടി ആദ്യം VD സതീശനൊക്കെ കുറേ ചീത്ത പറഞ്ഞു, പിന്നെ K സുധാകരനെ ചീത്ത പറഞ്ഞു. നാട്ടുകാരെ മൊത്തം എന്നെ അവിടെ ഘടകകക്ഷിയാക്കണം, മൂപ്പര് എന്താ വനം വകുപ്പ് ആഭ്യന്തര വകുപ്പൊക്കെ വേണം, എന്നിട്ട് അടുത്ത സർക്കാർ വരുമ്പോൾ എന്നൊക്കെ ആവശ്യപ്പെട്ടാണ്. ഒടുക്കം പിണറായിസം മരുമോനിസം എന്ന മുദ്രാവാക്യത്തിൽ മരുമോൻ എന്ന മൂപ്പരെ അടയാളപ്പെടുത്തി BJP-ക്കും കോൺഗ്രസിനും മുദ്രാവാക്യം ഉണ്ടാക്കി കൊടുത്ത അദ്ദേഹം ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കാനും പോയി. മത്സരിച്ച് കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് കാര്യം മനസ്സിലായതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സാഹചര്യം വരെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നിട്ടും മെയ് 4 റിസൾട്ടിന് അദ്ദേഹം ഉറ്റുനോക്കി ഇരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് വിട്ടു. തൃണമൂൽ കോൺഗ്രസ് വിട്ട് UDF-നൊപ്പം കൂടി പുതിയ ആഭ്യന്തര വകുപ്പും വനം വകുപ്പൊക്കെ കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കും VD സതീശൻ്റെ നേതൃത്വത്തിൽ സർക്കാർ വരുമ്പോൾ അതൊക്കെ കിട്ടും എന്നുള്ള അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം രൂപീകരിക്കാനൊക്കെ ആയിരിക്കാം അദ്ദേഹം സ്വന്തം പാർട്ടിയൊക്കെ രൂപീകരിച്ചൊരു ഘടകകക്ഷിയായി മാറാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് വിട്ടതിന് ശേഷം തൃണമൂൽ കോൺഗ്രസ് ഒരു കത്ത് പുറത്തുവിട്ടു. ആ കത്ത് 2024 നമ്മുടെ സാക്ഷാൽ PV അൻവർ തൃണമൂൽ നേതൃത്വത്തിന് അയച്ച കത്താണ്. 2024 നവംബറിൽ മമതാ ബാനർജിക്ക് അയച്ച കത്താണ്. അതായത്, ഞാൻ തൃണമൂലിൻ്റെ വലിയ നേതാവാൻ പോവുകയാണ്, തൃണമൂൽ എന്നെ എടുക്കണം എന്ന് പറഞ്ഞ് അവിടെ കൊടുത്ത കത്ത്. എന്തിനാണ് കത്തയച്ചത് എന്ന് രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. എങ്ങനെയെങ്കിലും PV അൻവറിന് അതിൽ കൂടണം, അങ്ങനെ ഇവിടെ ഘടകകക്ഷിയാവണം എന്നുള്ളതായിരുന്നു. പക്ഷേ എന്നെ തൃണമൂലിൽ എടുക്കാൻ വേണ്ടി ഞാൻ ആരാണ് എന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് കേരള രാഷ്ട്രീയത്തിൽ 60 സീറ്റ് തൃണമൂലിന് നേടിക്കൊടുക്കാൻ പറ്റും വിധത്തിൽ കെൽപ്പുള്ള ആളാണെന്ന് തെളിയിക്കാൻ കുറേ കാര്യങ്ങൾ മൂപ്പര് ഒരു കത്തിൽ വിശദമായി എഴുതി കൊടുത്തു. ആ കത്താണ് തൃണമൂൽ പുറത്തുവിട്ടത്. എന്താണ് കത്തിലെ ഉള്ളടക്കം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത്, കേരളത്തിലെ MLA-മാരും MP-മാരും മുൻ MP-മാരും മുൻ MLA-മാരും അടക്കമുള്ള വലിയ കൂട്ടം എല്ലാ പാർട്ടിയിൽ നിന്നും എനിക്കൊപ്പം വരാൻ തയ്യാറായി നിൽക്കുകയാണ്. അവരെ മൊത്തം ഞാൻ തൃണമൂലിൽ തരും. അങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 60 സീറ്റ് തൃണമൂലിന് നേടിത്തരാം എന്നാണ് മൂപ്പര് മുന്നോട്ട് വെച്ചതെന്നാണ് കത്ത് പുറത്ത് വിട്ടുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നത്. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞ ആളുകളുടെ പേര് ഞാൻ ആദ്യം പറയാം. CPM-ൻ്റെ MLA U പ്രതിഭ, കോവൂർ കുഞ്ഞുമോൻ MLA, KP മോഹനൻ, KK രമ, തോമസ് K തോമസ് തുടങ്ങിയ സിറ്റിംഗ് MLA-മാർ എനിക്കൊപ്പം വരും. അതുകൂടാതെ തൃണമൂലിൽ എന്നെ എടുത്താൽ ഞാൻ കൊണ്ടുവരാൻ പോകുന്ന മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ മന്ത്രിമാർ ആരൊക്കെയാ? C ദിവാകരൻ, ഷിബു ബേബി ജോൺ, G സുധാകരൻ, AIS, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി, BJP നേതാവ് CK പത്മനാഭൻ, CPM നേതാക്കളായ സുരേഷ് കുറുപ്പ്, സുരേഷ് കുറുപ്പ് വരെ PV അൻവറിൻ്റെ കൂടെ പോകുന്നതാണ് PV അൻവർ കത്തിലെഴുതി അടിച്ചു വിട്ടിരിക്കുന്നത്. പിന്നെ KT നൗഷാദ്, KJ ഷൈൻ, KP മുസ്തഫ, മുൻ MLA-മാരായ കാരാട്ട് റസാക്ക് മൂപ്പരുടെ പോകാൻ റെഡി ആയിരുന്നേനെ, പോവായിരിക്കും. അതാണ് ഒരേ ഒരാൾ ഇതുവരെ. പിന്നെ AV ഗോപിനാഥ്, റോസക്കുട്ടി ടീച്ചർ തുടങ്ങിയ പേരുകളുടെ വലിയ പട്ടിക മൂപ്പരെഴുതി. അങ്ങനെ 10-60 ആളുടെ പേരിലെ പട്ടിക. അതിൽ MLA-മാർ, നിലവിലുള്ള MLA-മാരെ കൂടാതെ ഈ ആളുകളൊക്കെ മത്സരിപ്പിച്ച് ഞാൻ 60 MLA-മാരെ ഉണ്ടാക്കി തരാം എന്നാണ് മൂപ്പര് പറഞ്ഞത്. എന്തിനാ? എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തൃണമൂൽ കോൺഗ്രസിൽ എടുക്കണം എന്നാവശ്യപ്പെട്ടാണ്
PV അൻവർ ഈ കത്തയച്ചത്. ഇപ്പോഴാ കത്ത് പുറത്തു വന്നപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലായത് കാര്യങ്ങൾ PV അൻവർ എന്തെല്ലാമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി രണ്ടാമതൊരു പോയിന്റ് കൂടിയുണ്ട്. എങ്ങനെയാണ് മുന്നേറ്റം ഉണ്ടാക്കുക? ഇത്രയും ആളുകളെ ഞാൻ കൊണ്ടുവരും, എന്നിട്ട് തൃണമൂലിൻ്റെ ലേബലിൽ മത്സരിക്കും, എന്നിട്ട് CPM മുന്നണിയോടും കോൺഗ്രസ് മുന്നണിയോടും BJP മുന്നണിയോടും മത്സരിച്ചിട്ട് ഇവിടുത്തെ ഭരണം പിടിക്കാനാണല്ലോ. അപ്പോൾ മത്സരിച്ച് മുന്നോട്ട് പോകാനുള്ള അടിസ്ഥാന ഘടകം മറ്റൊന്നു കൂടിയുണ്ട്. എന്താണത്? വിജയ ഘടകം. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ കേരളത്തിൽ 25 ലക്ഷം ബംഗാളികളുണ്ട്. അങ്ങനെ 47 ലക്ഷം, ഈ 25 അടക്കം 47 ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. 2030 ഈ സംഖ്യ 60 ലക്ഷമാകും എന്നാണ് PV അൻവർ പറയുന്നത്. അപ്പം അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുമെന്നും, അപ്പോൾ ആകെപ്പാടെ ടോട്ടലുള്ള ഒരു വോട്ടർമാർ 2.39 അങ്ങനെ എന്തോ ഒരു കോടിയാണ്, 2.25 കോടി കൂട്ടാം. ഈ 2.25 കോടിയിൽ 60 ലക്ഷം ആളുകളെ നമ്മുടെ പിന്തുണക്കാരാക്കി മാറ്റാൻ പറ്റും. 25 ലക്ഷം ബംഗാളി, പിന്നെ ബീഹാറി, ആസാമി എല്ലാം കൂടി ബാക്കി വരുന്ന 47 ലക്ഷം ആളുകൾ നമ്മുടെ നമുക്ക് പിന്തുണക്കും. അങ്ങനെ അവരെ നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരും. അപ്പോൾ ഭരണം ഉറപ്പായിട്ടും കിട്ടും എന്നാണ് PV അൻവർ അവരോട് പറയുന്നത്. ഏത്? VD സതീശൻ്റെ കീഴിൽ. VD സതീശൻ എന്താ പറയുന്നത്? ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ഇവിടെ നമ്മളെ പൈസയൊക്കെ അടിച്ചു, അവർ നമ്മുടെ പല ജോലികൾ ചെയ്ത് പൈസ ഇവിടെ നിന്ന് അടിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവാണ്, അവരെയൊക്കെ നമുക്ക് മാറ്റി ഇവിടെ തന്നെ ഇത് നിർത്തണം എന്ന് പറയുന്ന PD സതീശൻ്റെ കൂടെയാണ് ഇപ്പോൾ മൂപ്പരിപ്പോൾ നിൽക്കുന്നത്. എന്നിട്ട് മൂപ്പര് പറയുന്നത് ഈ 47 ലക്ഷം ആളുകൾ നമ്മുടെ വോട്ടർമാരാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കത്താണ് അയച്ചത്. ഒന്ന്, തൻ്റെ കൂടെ വരാനിടയുള്ള ആളുകൾ, പിന്നെ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ 47 ലക്ഷത്തിൻ്റെ വോട്ട്. അങ്ങനെ നമ്മൾ ഇവിടെ സീറ്റ് പിടിക്കും, 10-60 സീറ്റ് നമ്മൾ പിടിക്കുമെന്നാണ് ഈ PV അൻവറിൻ്റെ കത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ മലയാളം. ഇത് തൃണമൂൽ പുറത്തുവിട്ടു. തൃണമൂൽ കോൺഗ്രസ് പുറത്തുവിട്ടിട്ട് പറയുന്നത് എന്താണ്? തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് PV അൻവർ വലിയൊരു തട്ടിപ്പുകാരനാണ് എന്നാണ് പറയുന്നത്. യാതൊരു രാഷ്ട്രീയ സ്ഥിരതയും ഇല്ലാത്ത തട്ടിപ്പുകാരനാണ് എന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറി V ശിവദാസൻ, കേരളത്തിൻ്റെ ചുമതല അദ്ദേഹത്തിനാണെന്ന് തോന്നുന്നു, V ശിവദാസൻ പറയുന്നത്. എന്നിട്ട് ഈ തൃണമൂൽ കോൺഗ്രസ്സിൽ ചേരാൻ വേണ്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, PV അൻവർ അങ്ങ് ഡൽഹിയിൽ കൽക്കട്ടയിൽ പോയിട്ട് തന്നെ മമത ദീദി എന്നെ അങ്ങ് എടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു വാർത്താ സമ്മേളനമൊക്കെ നിങ്ങളുടെ ഓർമ്മയിലും ഉണ്ടാവും. അപ്പോൾ കുറേ കാലമായി പാർട്ടി അൻവറിനെ തൃണമൂൽ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു എന്നാണ് V ശിവദാസൻ പറയുന്നത്. ഈ പഴയ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തൃണമൂൽ ഒരിക്കലും അൻവറിൻ്റെ പിന്തുണയിൽ വലിയ വിശ്വാസം അർപ്പിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹം അൻവറിൻ്റെ പിന്നാലെ പോയിട്ടില്ലെങ്കിലും അദ്ദേഹം നിരന്തരമായി മമതാ ബാനർജിയുടെ സംഘടനയിൽ വരണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ ഞാൻ ഇവിടെ കൊണ്ടുവരാൻ, മുഖ്യധാരയിൽ എത്തിക്കാമെന്നൊക്കെ നിരന്തരമായി പറഞ്ഞു. മുമ്പൊരിക്കൽ നാട്ടിൽ വന്നപ്പോൾ മമതാ ബാനർജിക്ക് ഒരു കത്ത് നൽകാൻ സഹായിക്കണം എന്ന് വരെ പറഞ്ഞ് തൻ്റെ പിന്നാലെ കൂടിയെന്നാണ് ശിവദാസൻ പറയുന്നത്. അങ്ങനെ ആ കത്താണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ കത്ത് കേരളത്തിലെ പല പ്രധാന നേതാക്കളും തൻ്റെ കൂടെ വരും, തൃണമൂൽ പോലൊരു പാർട്ടി സ്വീകരിച്ചാൽ അവരെ നമുക്ക് അതിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള വാഗ്ദാനമാണ് നൽകിയിരുന്നത്. പാർട്ടി നേതൃത്വം ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോട് അന്വേഷിക്കാൻ പറഞ്ഞു, ഈ ശിവദാസനോട്. മൂപ്പർ എന്നിട്ട് അന്വേഷിച്ചു, എന്താണ് ഈ അൻവർ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഈ പ്രതിഭ മുതൽ കുഞ്ഞുമോൻ മുതൽ KK രമ ഒക്കെ ഉള്ള ആളുകൾ ഈ തൃണമൂലിലേക്ക് വരുമോ എന്ന് അന്വേഷിച്ചപ്പോൾ ഈ നേതാക്കളൊന്നും അതിൻ്റെ ഒരു ലക്ഷണം പോലും കാണിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഒരു തട്ടിപ്പാണ് നടന്നത്. ഈ തട്ടിപ്പുകാരനെ വെച്ച് കേരളത്തിൽ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് വളർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഉന്നത നേതാക്കൾ ഇദ്ദേഹത്തിനുള്ള പിന്തുണ പിൻവലിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ശിവദാസൻ, തൃണമൂൽ കോൺഗ്രസിലെ സെക്രട്ടറി, പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, സാധാരണ ഇങ്ങനെ ഈ പല വാഗ്ദാനങ്ങൾ കൊടുത്ത് ഈ കട്ടിൽ കിടന്നാൽ നടുവേദന പോകും, ഈ ചെരുപ്പിട്ടാൽ കാലുവേദന പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തട്ടിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൂടാതെ മണി ചെയിൻ തട്ടിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ എൻ്റെ കൂടെ ആളുകളെ കൂട്ടി ഈ മണി ചെയിൻ്റെ ഭാഗമായാൽ നിങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നത് കേട്ടിട്ടുണ്ട്. ഒപ്പം പല രീതിയിലുള്ള ഭാഗ്യക്കുറികൾ നമ്മുടെ മുമ്പിലേക്ക് തട്ടിപ്പുകളായി ഇതര നാടുകളിൽ നിന്നുള്ള ഒറ്റ നമ്പർ ലോട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നേരിട്ട മലയാളികളാണ്. പക്ഷേ ഇവിടെ ഇതൊന്നും അല്ലാത്ത പുതിയൊരു തരം രീതിയാണ് ഇവിടെ PV അൻവർ കൈക്കൊണ്ടത്. PV അൻവർ ചെയ്തത് വലിയ വലിയ നേതാക്കളെ ചൂണ്ടിക്കാണിച്ച് ഇവരൊക്കെ നമ്മുടെ കൂടെ വരും ദീദി, അതുകൊണ്ട് എന്നെ പാർട്ടിയിലെടുക്കണം എന്നാണ്. PV അൻവർ ചെയ്ത് തട്ടിപ്പല്ല കേട്ടോ. PV അൻവർ ചെയ്ത് ഭയങ്കരമായി ഉയർത്തിവിടുന്ന, രാഷ്ട്രീയത്തെ വലിയ നിലവാരത്തിലേക്ക് ഉയർത്തിവിടുന്ന ഒരു പരിപാടിയാണ് PV അൻവർ ചെയ്തത്. പക്ഷേ നിലവാരമില്ലാത്ത തൃണമൂലുകാർ ഇതൊന്നും മനസ്സിലാക്കില്ല. അവർ PV അൻവർ ഈ പറയുന്നതിനൊന്നും ചെവി കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇത്രയും ആളുകളെ കൊണ്ടുവരാൻ, കേരളത്തിൽ ഭരണം വരെ പിടിക്കാൻ കെൽപ്പുള്ള പാർട്ടിയാക്കി തൃണമൂലിനെ മാറ്റാന്ന് പറഞ്ഞിട്ട് PV അൻവറിനെ വേണമെങ്കിൽ മുഖ്യമന്ത്രിയാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ അവരതിന് തയ്യാറായില്ല. അത്രമാത്രം നിലവാരമില്ലാത്ത ചങ്ങായിമാരാണ്. മാത്രമല്ല PV അൻവർ പുറത്തു പോയപ്പോൾ ഇപ്പോൾ ആ കത്തൊക്കെ പുറത്തു വിട്ടിരിക്കുകയാണ്. ഇമാതിരി ആളുകൾ വിശ്വസിച്ച് എങ്ങനെ PV അൻവർ
അൻവർ ഇനി ഒരു കത്ത് അവർക്ക് കൊടുക്കും. ഇനി വേണമെങ്കിൽ അവർ മൂപ്പര് വി ഡി സതീശനും പിണറായി വിജയനും രാജീവ് ചന്ദ്രശേഖരനൊക്കെ ഇതിലേക്ക് വരും എന്ന് പറഞ്ഞൊരു കത്ത് തയ്യാറാക്കി വെച്ചിരിക്കുകയായിരിക്കും. അതൊന്നും കൊടുക്കാമെന്ന് വെച്ച് ഇരിക്കുമ്പോഴാണ് മറ്റേ കത്ത് അവർ പുറത്തുവിട്ടത്. ഇനി എങ്ങനെ പി വി അൻവർ മുന്നോട്ട് പോകും? അതുകൊണ്ട് പി വി അൻവർ തീരുമാനിച്ചു ഇമാതിരി ചങ്ങായിമാരുടെ കൂടെയൊന്നും ഞാനില്ല, നിലവാരമുള്ള രാഷ്ട്രീയം മാത്രമേ ഞാൻ കളിക്കുള്ളൂ. അങ്ങനെ പി വി അൻവർ ഉറച്ച തീരുമാനമെടുത്തു. എന്നിട്ട് ഭീഷ്മ ശപഥം കൈക്കൊണ്ടു. എന്താണ്? കേരളത്തിൽ പിണറായിസ്ഥനും മരുമോൻസ്ഥിനുമെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഞാൻ ഇത്രയും ആളുകളെ, ഇത്രയും വലിയ MLA-മാരടക്കമുള്ള ആളുകൾ കൊടുത്ത് 10-60 സീറ്റ് നേടി തൃണമൂലിനെ കേരളത്തിൽ ഭരണത്തിലേറ്റാനുള്ള ദൗത്യം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി ആ പരിപാടിയില്ല, തൃണമൂലുമായിട്ടൊരു ബന്ധമില്ല, നിലവാരം കുറഞ്ഞ ആളുകൾക്കൊപ്പം തൻ്റെ പരിപാടി ഇനി നടക്കില്ല, ഞാനത് വിട്ടു, ഇനി പുതിയ പാർട്ടി ഉണ്ടാക്കാണ്. അങ്ങനെ UDF-നൊപ്പം ചേരാൻ വേണ്ടി ഒരു ഘടകകക്ഷിയാവുന്നതിന് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കാനാണ് മൂപ്പര് തീരുമാനിച്ചത്. അപ്പോഴാണ് UDF നേതൃത്വം പറയുന്നത്, എവിടെ നിന്ന് പാർട്ടി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാണ്, ബേപ്പൂർ നിങ്ങൾ ജയിക്കുമോ? അതുപോലും പിടുത്തമില്ലാതെ പി വി അൻവർ ഇങ്ങനെ അന്തവും കുന്തവും ഇല്ലാതെ മെയ് 4 വരെ പറയാവുന്നതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബേപ്പൂർ എന്താണ് സംഭവിക്കുക എന്നൊക്കെ മൂപ്പർക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ അന്തം വിട്ട പോക്ക് മുന്നോട്ട് പോകുന്നത്. ബേപ്പൂരിൽ അദ്ദേഹം മരുമോനിസത്തിനെതിരായ പോരാട്ടം, പിണറായിസത്തിനെതിരായ പോരാട്ടം ഈ മട്ടിൽ ആകുമെന്ന് ലോകത്തിൽ ആരും കരുതിയതല്ല. നമ്മൾ ആട് സിനിമയിൽ ഷാജി പാപ്പൻ പറയുന്നത് പോലെ ഇതുപോലൊരു ഗതികെട്ട പോക്കാണ് രാഷ്ട്രീയത്തിൽ പി വി അൻവർ പോകുന്നതെങ്കിൽ ആ എയർപോർട്ടിൽ നിന്ന് കസ്റ്റംസ് പിടിക്കാത്ത സ്വർണം പോലീസ് പിടിക്കുന്നു എന്ന് പറഞ്ഞ് മൂപ്പര് അവിടെ നിന്ന് ഇറങ്ങിയവരുടെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. കസ്റ്റംസ് പിടിക്കാത്തത് പോലീസ് പിടിച്ചില്ലെങ്കിൽ അതെങ്കിലും ബാക്കിയായനെ. ഇതിപ്പം രണ്ടുപേരും പിടിക്കുകയും ചെയ്യുന്നു. ഒരാൾ പിടിക്കാത്തത് മറ്റേ ആൾ പിടിക്കും, ഇല്ലെങ്കിൽ അവരെ പിടിക്കും. ആകെപ്പാടെ പിടുത്തം മാത്രമാണ് ബാക്കിയായത്. പി വി അൻവറിന് ഈ പിടുത്തം വിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് ഈ മട്ടിലേക്ക് കൊണ്ട് തള്ളിവിട്ടിരിക്കുകയാണ്. മലയാളികൾ രാഷ്ട്രീയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പ് മെയ് 4 പി വി അൻവർ ജയിച്ചാലും ഇല്ലെങ്കിലും ഇമാതിരി പരിപാടികളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ആളുകൾ വ്യാജമായി ചില ആളുകളെയൊക്കെ ചൂണ്ടിക്കാണിച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ പ്രലോഭിപ്പിച്ച് അവിടത്തേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു എന്ന വ്യാജേന ഇങ്ങനെയുള്ള ആഖ്യാനത്തിന് മുന്നിട്ടിറങ്ങുന്ന പി വി അൻവറിനെ പോലെയുള്ള ആളുകൾ അപ്പോൾ ഇതല്ലാതെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് ഈ പുറത്തു വന്ന ഒരേ ഒരു കത്താണല്ലോ. ഇമാതിരി ഒരു കത്തിൻ്റെ ബലത്തിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഊഹം മെയ് 4 പോവോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.